ഞാൻ കോളേജിൽ പോയിട്ട് വരാം. മടങ്ങി വരുന്നവരെ നീ ഇവിടെ ഇരുന്നു, ചായയും കാപ്പിക്കും ഇവിടെ ഇരുന്നു. എന്താ വല്ലാതായ? ഓ, ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നതായിരിക്കും. എന്നാ ഞാൻ കോളേജിൽ പോകുന്നില്ല. അയ്യോ വേണം, നീ കോളേജിൽ പോകണം, നന്നായിട്ട് പഠിക്കണം, MA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകണം, എന്നിട്ട് IAS എഴുതി നീ ഒരു കളക്ടറാണ്. അതെന്താ കളക്ടർ തന്നെയാണോ നിർബന്ധം? ഒരു കാലത്ത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കളക്ടറാകണമെന്നായിരുന്നു. സത്യം പറഞ്ഞാൽ എന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു. എന്താ ആ ഉദ്യോഗത്തോടെ അമ്മയ്ക്ക് ഇത്ര താല്പര്യം തോന്നാൻ കാര്യം? എന്റെ കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്റെ അമ്മ ഒരു കളക്ടറുടെ വീട്ടിൽ വേലക്കാരിയായിരുന്നു. കളക്ടർ ദിവസവും കാറിൽ വരുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. ഒരു ദിവസം കളക്ടറുടെ ഡ്രൈവറുടെ തൊപ്പിയെടുത്ത് ഞാൻ തലയിൽ വെച്ചു. അയാൾ വന്ന് എന്റെ കരണക്കുറ്റി നോക്കി അടിച്ചു. എന്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. അന്ന് അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ വളർന്ന് വളർന്ന് ഒരു കളക്ടറുടെ ഡ്രൈവറാകുമെന്ന്. പക്ഷേ അമ്മ അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല. അമ്മ പറഞ്ഞു, മോനെ, നീ വളർന്ന് വളർന്ന് ഒരു കളക്ടറാകണമെന്ന്. ശരിയെന്ന് ഞാൻ സമ്മതിച്ചു. അന്ന് മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു അത്. അമ്മ ആഗ്രഹം കൊണ്ട് പണ്ടേ പോയി. ഇന്ന് ഞാനുണ്ട്, പക്ഷെ ആഗ്രഹമില്ല. എന്തുകൊണ്ടില്ല? ആഗ്രഹങ്ങൾക്കും ഒരു അതിരില്ലേ ജഗതി? ഇല്ലടാ, നീയും നിന്റെ അമ്മയും ആഗ്രഹിച്ചതേ ഉള്ളൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? നിന്നെ ഒരു കളക്ടറാക്കുമെന്ന്. ഈ BA പോലും പാസ്സാകാത്ത എന്നെ നിന്നെ ഞാൻ പ്രൈവറ്റായി പഠിച്ചു. നീ IAS എടുക്കും. ജഗദീഷ്, എല്ലാം ഞാൻ ഇന്ന് തന്നെ ഏർപ്പാട് ചെയ്യും. നീ പഠിത്തം തുടരുകയാണ്. ജഗദീഷ്, എനിക്ക് സമയമായി. ഞാൻ പോയിട്ട്. ഒഴിക്കണേ. ഞാൻ സോഡ എടുക്കാൻ പോയിരുന്ന. നിന്റെ സോഡ പോലെ ഒഴിക്കണേ. ഇപ്പൊ എല്ലാം മായമാണ്. ഇത് ഒറിജിനലാണോ നോക്കരുത്. എടാ, മദ്യം മോഷ്ടിച്ചു കുടിക്കരുത്. എടാ, മദ്യം മാത്രം മോഷ്ടിച്ചു കുടിക്കരുത്. മദ്യത്തിന് മുമ്പിൽ മുതലാളിയും തൊഴിലാളിയും ഇല്ല. എല്ലാം സ്ത്രീ സമത്വം. കുടിയടാ, കുടിയടാ. ഒഴിയടാ, 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 ഒഴിയടാ. എന്നാ കുടിയടാ. അങ്ങനെ കുടിയടാ, കുടിയടാ. ഇനി ഒഴിയടാ, കുടിയടാ. ഇനി കുടിച്ചാൽ ഞാൻ കവിട്ടും. നീ കുടിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ചവിട്ടും. നീ കവിട്ടും, ഞാൻ ചവിട്ടും. നീ കവിട്ടും, ഞാൻ ചവിട്ടും. ഞാൻ ചവിട്ടും. എടാ കുട്ടി, നീ ഒരു പാട്ട് പാടി എന്നെ രസിപ്പിക്കണ. ഞാൻ കൊച്ചമ്മ വിളിച്ചിട്ടുണ്ട്. കൊച്ചമ്മ ഇന്നിനി ഇങ്ങോട്ട് വരില്ല. അവൾ മുറിക്കകത്ത് കയറില്ല. എന്തോ പാട്ട് പാടി എന്നെ രസിപ്പിക്കണ. കൊടവേ എന്തൊരു തൊന്തരം. ഇതെന്തൊരു തൊന്തരമാണിത് കേള്. അരക്കാരുമാറാൻ പോയി വരുമ്പം പീഡിയ കണ്ടില്ല. പിന്നെയും പിന്നെയും സംശയിച്ച് അലാകാത്തോ നദി ഉള്ളാകുന്നും എടാ പുണ്ണി, ആ പുണ്ണി എഴുന്നേറ്റ് പാവം പാടി ക്ഷണിച്ചു.
കണ്ണു തുറക്കാൻ വയ്യ. ആ കണ്ണു തുറക്കണം, നീ കട്ടിൽ കിടക്കണം. അയ്യോ വേണ്ട വേണ്ട. അങ്ങനെ മുതലാളിയും തൊഴിലാളിയും വ്യത്യാസമൊന്നുമില്ല. നീ വേണ്ട അങ്ങനെ, ഞാൻ പുറത്തു പോയി കിടന്നു. ഇല്ല, നീ ഈ കട്ടിൽ കയറി കിടന്നു. വേണ്ട അങ്ങനെ. ഞാൻ വെളിയിൽ കിടന്നോളാന്ന് പറഞ്ഞ് സമ്മതിക്കാതെ മുതലാളിയും തൊഴിലാളിയും വ്യത്യാസമില്ലെന്ന് പറഞ്ഞ് എന്നെ കട്ടിലേക്ക് കയറ്റി കിടത്തിട്ട് ദേ ഇപ്പൊ എടുത്തിട്ട് ഇരിക്കുന്നത്. നേരാണോ പുണ്ണി? പിന്നെ നേരല്ലേ. ഏമാന്റെ കള്ള് കയറുമ്പോ സ്റ്റാറ്റസ് ഇറങ്ങും, കള്ളിറങ്ങുമ്പോ സ്റ്റാറ്റസ് കയറും. സ്റ്റാറ്റസിന്റെയും കള്ളിന്റെ ഇടയ്ക്ക് ഇടി കൊള്ളാൻ ഞാനും. ഇതെന്തൊരു കഷ്ടമാണ്. ഇതെല്ലാം എന്റെ മദ്യപാനം കൊണ്ട് വന്നതാ പുണ്ണി. പുള്ളി ഇനി എന്റെ ആയിട്ട് ഞാൻ മദ്യപിക്കില്ല. സത്യം സത്യം. അതെ അതെ, ഇതുപോലെ എത്ര സത്യം ഞാൻ കേട്ടിരിക്കുന്നു. എന്തായാലും രണ്ടളവ് ഞാൻ കഴിക്കട്ടെ, എനിക്ക് തലവേദന എടുത്തിട്ട് പോയി. അയ്യോ, കണ്ടിട്ട് സഹിക്കുന്നില്ല പുണ്ണി ഒരളവ് എനിക്ക്. കേട്ടോ, ഇതോടെ ഞാൻ നിർത്തിയേക്കാം. സോടയാക്കണ്ട. ഓ എന്താ കുഞ്ഞെ? വല്ലാത്ത തലവേദന. ഇവിടെ ഒന്ന് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു. ഈ തലവേദന വന്നാൽ ഒന്നും വായിക്കാനും നിവർത്തിയില്ല, കാണാനും നിവർത്തിയില്ല. ഇത്രയല്ലേ ഉള്ളൂ. എനിക്ക് ചില ദിവസം തല ഉണ്ടെന്നേ തോന്നാറില്ല, അത്രയ്ക്ക് വേദനയാ. അതെങ്ങനെയാ? സന്ധ്യയായി കഴിഞ്ഞാൽ അന്നിങ്ങനെ മൂക്കറ്റം കുടിക്കണം. അതിനേക്കാൾ കൂടുതൽ ഞാൻ കുടിക്കണം. പിറ്റേ ദിവസം നേരം വെളുത്താൽ എന്റെ തല കാണുകയില്ല, വേദന മാത്രം മിച്ചം. പക്ഷേ ഇതിനെ മരുന്നുണ്ട്. ഒരു 2 ഔൺസ് വെള്ളം ഒഴിക്കാതെ കണ്ണടച്ചങ്ങ് തട്ടിയാൽ മതി. കൊണ്ടേ ഇത് കുടിച്ചോണ്ട തലവേദന അല്ല, പിന്നെ ധാരാളം വായിച്ചതുകൊണ്ടുണ്ടായതാണ്. എങ്കിൽ മരുന്ന് വേറെ കഴിക്കണം. ഇത് വകുപ്പ് വേറെയാ. ഇത് വിദ്യാഭ്യാസവും അത് എക്സസൈസും. സാർ ചായ കുടി. വൈകിട്ട് നല്ലൊരു ഡോക്ടറെ പോയി കാണും. അതിനെന്താ, നമുക്ക് ഡോക്ടർ കമലമ്മയെ കാണിച്ചിറങ്ങാം. അവരെ എന്റെ ബോയ് ഞാനെന്താണോ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉപദ്രവിക്കുന്നത്? അയ്യോ ഇല്ല, ഞാൻ ചായ കൊണ്ട് കൊടുത്തത്. ഇയാള് മഹാഭാഗ്യമാണ് കേട്ടോ. അയ്യോ ഞാൻ ഏതു നീ വാ, ഈ നന്നായിട്ടുണ്ടോ നോക്ക്. നന്നായിരിക്കുന്നു. ഇതെന്താ രണ്ടും ഒരുപോലെ ഇരിക്കുന്നല്ലോ? ഒന്ന് ഇതിലേക്ക്, ഒന്ന് എനിക്ക്. എനിക്കോ? എനിക്ക് ഡ്രസ്സുകൾ ഉണ്ടല്ലോ. നീ വേദാന്തൊന്നും പറയാതെ ആ പെട്ടി കൊണ്ട്. സാരല്ലേ, നിന്റെ തന്നെയാണെങ്കിൽ സഹിക്കുമോ? എന്റേത് പാർക്കരുത്. അതുപോലെയാണ് ഇത്. തെരുവിൽ കൂട്ടിയിട്ട് വിൽക്കുന്ന പെൺ കൂടിപ്പോയി ഒരു 75 പൈസ വില കാണും. അത്രയല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ ജയെ, തെരുവ് പേന ആയിക്കോട്ടെ. എന്നും നീ എന്തിനാ ഇതിന്റെ നിബ് ഒടിച്ചത്? പേനി നിബും ഇതാ 10 രൂപ. അതുപോലത്തെ 10 പെണ്ണ് കിട്ടും, വാങ്ങിച്ചോളണം. ഞാൻ നിന്നോട് ഭിക്ഷ ചോദിച്ചില്ല. കുറച്ചിലായിപ്പോയി. വലിയ ജന്മിയുടെ മകളല്ലേ. ജന്മിയുടെ മകള് നീയല്ലേ? ഞാൻ പാവപ്പെട്ട കൃഷിക്കാരന്റെ മകളാണെന്ന് നിനക്ക് നല്ലപോലെ അറിയാലോ. ജയേ, ഞാനും നീ ഒരു നാട്ടുകാരാണെന്ന് ഓർമ്മ വേണം. എന്നിട്ടാണോ ഈ ധിക്കാരം? ഇതിന്റെ പേര് ധിക്കാരം എന്നല്ല, അഭിമാനം എന്നാണ്. ജയ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം.
പണം എല്ലാത്തിനും പരിഹാരമാവില്ല. നിന്റെ ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ സ്റ്റാറ്റസും വിട്ട് നിന്നോട് ഒന്നിച്ച് ഈ മുറി താമസിക്കേണ്ട എന്നെ തള്ളണം. നിന്നെ വളർത്തിയതെന്റെയോ നീ വളർന്നതിന്റെയോ തെറ്റാണ്. യു ഷട്ട് അപ്പ്. എനിക്ക് ഉറങ്ങണം, എനിക്ക് പഠിക്കണം, വെളിയിൽ പോയിട്ട് പഠിക്കണം. ഉറക്കവും വെളിയിലാണ്. വാട്ട്? മനസ്സിരിക്കട്ടെ. യൂസ്ലെസ്. ഗന്ധഗോപുരം തപസിന തിരയും ഗന്ധർവ കവിയല്ല ഞാൻ. ബ്യൂട്ടിഫുൾ, മാർവലസ്, മനോഹരമായ കവിത. വയലാർ എന്ന് വെച്ചാൽ വയലാർ തന്നെ. ആഹാ, അതൊരു വലിയ കണ്ടുപിടുത്തമായിപ്പോയല്ലോ. അപ്പോഴേക്ക് ഉടനെ അങ്ങ് നിർത്തിക്കളഞ്ഞു. ഹാ, കേൾക്കണം നിർബന്ധം ഉണ്ടെങ്കിലേ ഇങ്ങ് അടുത്ത് വരണം. ഇതാ വരാമല്ലോ, എന്നാൽ കേൾപ്പിക്കാമല്ലോ.